the most impressive waterfall in Ireland. Oh my God. ഹലോ, വെൽക്കം ടു ബിയാ ദി എക്സ്പ്ലോറർ. ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട് വിൻസും കൂടെ വിക്ലോയിലുള്ള പവർകോട്ട് വാട്ടർഫോൾ കാണാൻ വേണ്ടി പോവുക. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1 വർഷമായെങ്കിലും തമ്മിൽ മീറ്റ് ചെയ്യുന്നത് വളരെ റെയർ ആയിട്ടുള്ളൊരു പ്രതിഭാസമാണ്. കാരണം ജോലിയുടെ ആവശ്യത്തിനായിട്ട് വിൻസ് എപ്പോഴും അയർലൻഡിന് പുറത്തായിരിക്കും. അങ്ങനെ ഇന്നലെയാണ് അവൻ തിരികെ എത്തിയത്. ഞങ്ങൾ മീറ്റ് ചെയ്ത ഉടനെ എനിക്ക് തോന്നിയ ഒരു ഐഡിയയാണ് വൈ നോട്ട് എ പിക്നിക് എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഓൺ ദ വേയിൽ ബ്ലാഞ്ചസ്റ്റൗണിലെ പെനീസിൽ കയറിയിട്ട് പിക്നിക് മാറ്റും അതുപോലെ തന്നെ നമ്മുടെ പെട്രോൾ സ്റ്റേഷനിൽ കയറി കുറച്ച് സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ വാങ്ങി ഓൺ ദ വേയിൽ ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു KFCയിൽ കയറിയിട്ട് ഫുഡ് ഐറ്റംസും ഒക്കെ വാങ്ങിയിട്ടാണ് പോയത്. ഞങ്ങൾ ആഫ്റ്റർനൂൺ 2 മണിക്കാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഈ സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ എത്തിയപ്പോഴത്തേക്ക് 4 മണി ആയിട്ടുണ്ടായിരുന്നു. അവിടേക്ക് പോകാൻ പെർ പേഴ്സൺ €8 ടിക്കറ്റ് ചാർജ് വരുന്നത്. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻസ് ഓഫ് മൈ ലൈഫ് ആയിരുന്നു ഈ പിക്നിക് മാറ്റ് വാങ്ങിക്കുക എന്നുള്ളതെന്ന്. കാരണം അവിടെ വന്നവരെല്ലാം ഇതുപോലെ പ്രിപ്പയർഡ് ആയിട്ടായിരുന്നു വന്നത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും പവർഫുൾ ആയിട്ടൊരു സാധനമാണ് നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് എന്നുള്ളത്. എൻ്റെ ഐഡിയ ആയിപ്പോയി ഈ വാട്ടർഫോൾ കാണാൻ പോകണം എന്നുള്ളത്. ഇവിടുത്തെ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ തന്നെ എൻ്റെ ആഗ്രഹം മാറിക്കിട്ടി. ഞാൻ അതൊക്കെ പറഞ്ഞ് ചിരിക്കുമായിരുന്നു. Waterfall in Ireland. Oh my God. You should be able to take photos while it's recording videos, right? Yeah. I don't see a button to take photos. എനിക്കുള്ള എൻ്റെ കൂട്ടുകാരെക്കുറിച്ച് പറഞ്ഞാൽ ഒരൊറ്റ എണ്ണത്തിന് നല്ല ഫോട്ടോസോ വീഡിയോസോ എടുത്തു തരാൻ വേണ്ടി അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വിൻസിനെ കൊണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല പഠിപ്പിച്ചിട്ടേ ഇന്ന് തിരിച്ചിനി വീട്ടിലേക്ക് പോകത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള അരുവി ഒഴുകുന്ന ഒരു ഭാഗത്തേക്കാണ് വന്നത്. അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴത്തേക്ക് വിൻസിന് ഓഫീസിൽ നിന്നൊരു കോൾ വന്നു. അത് അറ്റൻഡ് ചെയ്യണമായിരുന്നു. ആ സമയത്ത് ഞാൻ പോയത് അവിടെയുള്ള റോക്ക് പിരമിഡിൻ്റെ അടുത്തേക്കായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഏകദേശം 20-25 വർഷം മുന്നേ ദുബായിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ കസിനുമായിട്ട് ഏറ്റവും എൻജോയ് ചെയ്യുന്ന ആക്ടിവിറ്റി ആയിരുന്നു ഇത്. എനിക്കെന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വലിഞ്ഞു പിടിച്ച് കയറി. അങ്ങനെ എൻ്റെ ആക്ടിവിറ്റിയും വിൻസിൻ്റെ മീറ്റിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത് പോകാൻ തീരുമാനിച്ചത് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു പ്ലേസിലേക്കായിരുന്നു. 2007 ഇറങ്ങിയ PS I Love You എന്ന് പറഞ്ഞ മൂവിയിലുള്ള ഒരു ലൊക്കേഷനാണ് PS I Love You ബ്രിഡ്ജ് എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ ഞാൻ ഫൈനലി അവിടെ എത്തിയപ്പോൾ ഐ വാസ് സോ ഹാപ്പി. കാരണം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമായിരുന്നു. കാരണം 15 വർഷം മുന്നേ ഞാൻ കോളേജിലായിരുന്ന കാലത്ത് കണ്ടൊരു സിനിമയിലെ ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ലൈഫ് ഹാസ് ഇറ്റ്സ് ഓൺ സ്ക്രിപ്റ്റ് എന്നുള്ളത്. അതിൽ ഒരുപാട് ട്വിസ്റ്റും ടേൺസും ബ്യൂട്ടിഫുൾ സർപ്രൈസസും ഒക്കെ കാണും. ആൻഡ് ദാറ്റ് വിൽ റിമൈൻഡ് us how lucky we are to be a part of the story എന്നുള്ളത്. ഈ ഒരു ലൊക്കേഷൻ ആ ഒരു ബ്യൂട്ടിഫുൾ മൂവി കണ്ടവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് അവിടെ തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്നപ്പോഴും ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫ്ലവർ കാണുന്നത്. I'm sun-kissed. My color is golden now. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ. ബൈ.